اللهم صل على محمد خير خلق الله رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. عبد الله بن عمرو بن العاص رضي الله عنه يقول ബഹുമാനപ്പെട്ട മഹാനവറുകൾ ചൊന്തു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രിഹി ലദഅവതും മാ തുറദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു നോമ്പുകാരൻ അയാൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ അയാൾക്ക് മടക്കപ്പെടാത്ത തീർച്ചയായും സ്വീകരിക്കപ്പെടുന്ന പോലത്തെ ദുആയുണ്ട്. അപ്പോൾ ആ ടൈമിൽ ദുആർന്നെങ്കിൽ ഭയങ്കരമായ ഉത്തര കിട്ടായിട്ടിക്കട് നോമ്പ് തുറക്കുന്ന ടൈമിൽ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്കിനെല്ലാം ജവാബ് കൊടുത്തിട്ട് ആദ്യം ഈത്തപ്പഴം കഴിച്ച് പിന്നെ തണ്ണി കുടിക്കുകയും നോമ്പ് തുറന്ന സാധക്ക് ചൊല്ലേണ്ട ദിക്ർ അതും ചൊല്ലി അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്കിക അഫ്തർതു ചൊന്നു. അതിൽ പിന്നെ ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്റും ചൊന്ന് അവിടെ ദുആർന്നെങ്കിൽ ഏത് അല്ലാഹുവിനിട്ട് നിങ്ങൾ കേൾക്കിടാറാ അത് ഉടനെ അള്ളാഹു തണ്ടിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നരായിട്ട് കിട്ടും. ഏറ്റവും ഇജാബത്ത് തൻ്റെ പോലത്തെ ദുആ. അതേപോലെ ഖാല ഇബ്നു അബീ മുലൈക റളിയല്ലാഹു അൻഹു ചൊന്തു സമീഅതു അബ്ദുല്ലാഹി ഇബ്നു അംർ, അതായത് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നാ കേട്ട, അതായത് ചൊല്ലത് നാ കേട്ട നോമ്പ് മുറിച്ച സാത്തുക്ക് ബഹുമാനപ്പെട്ടവർ ചൊല്ലത് നാ കേട്ട എന്തിരേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസഅത് കുല്ല ഷൈഇൻ അൻ തഗ്ഫിറ ലീ എന്ന ദുആ. അല്ലാഹുവേ, അതിനർത്ഥ അല്ലാഹുവേ നിന്നിട്ടാണ് കേട്ടുകൊണ്ടുള്ള എല്ലാ വസ്തുവിൽ നിന്നിട്ട് നിൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നക്നീന് എൻ്റെ ദോഷത്തെ മാഫാക്കിത്താ, നക്നീന് മാഫാക്കിത്താണ്ട് ഞാൻ എൻ്റെ കേട്ടോണ്ടുള്ളേട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോമ്പ് മുറിച്ച സാത്ത് ഈ ദുആ എപ്പോഴും ദ്വാര നിന്നുത്തൂള. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല ദുആകൾ നിങ്ങൾ നോമ്പ് തുറന്ന സാത്തുകളുള്ള ദുആയിൽ ഉൾപ്പെടുത്തുകയും മറ്റുള്ള എല്ലാ വിഷയത്തുക്കും ആഖിറത്തെയും ദുനിയാവിൻ്റെ വിജയത്തുക്ക് വേണമായിട്ടും, അതേപോലെ കുടുംബങ്ങളിൽ രോഗികളുണ്ടാവും അവർക്ക് വേണ്ടായിട്ടും ആ സമയത്ത് ദുആർക്കുക ഏറ്റവും വലിയ ഇജാബത്തായിരിക്കും. ആ ദുആക്ക് അല്ലാഹു റബ്ബ് ഞങ്ങളെ നോമ്പുകളെല്ലാം കബൂലാക്കി എല്ലാം സ്വീകരിക്കുന്ന നല്ല ആളുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ.